മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മോളുടെ ഫസ്റ്റ് ഡേ ആണ് സ്കൂളിൽ. അപ്പം അടുത്തുള്ളൊരു സ്കൂളിൽ തന്നെ നമ്മൾ LKGക്ക് അഡ്മിഷൻ എടുത്തായിരുന്നു. അപ്പം ഫസ്റ്റ് സ്കൂൾ തുറക്കുന്ന ദിവസത്തെ ഒരു റുട്ടീൻ എങ്ങനെയായിരുന്നു, ഇവളെ സ്കൂളിൽ കൊണ്ടാക്കുന്നത് എങ്ങനെയാണോ അതൊക്കെ അറിയാനാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. ഇപ്പോൾ രാവിലെ തന്നെ ഇയാൾ എഴുന്നേക്കാൻ നല്ല മടിയായിരുന്നു. പലതും നോക്കിയിട്ടൊന്നും പറ്റിയില്ല. തിരിഞ്ഞും പറഞ്ഞും കിടന്നിട്ട് പിന്നെ ഉറക്കം. ലാസ്റ്റിന് ഇത് ഹസ്ബൻഡിൻ്റെ അമ്മയാണ്. അപ്പോൾ അമ്മ വന്നിട്ടാണ് ഇവളെ എണീപ്പിക്കുന്നത്. അങ്ങനെ രാവിലെ എണീറ്റ് നല്ല ഇൻട്രസ്റ്റ് ഒക്കെയാണ് സ്കൂളിൽ പോകാൻ. വലിയ സ്കൂളെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആക്റ്റീവായിട്ട് നിന്നത്. രാവിലെ പല്ല് തേപ്പിക്കുന്നൊരു ചടങ്ങ്, പിന്നെ അത് കഴിഞ്ഞ് കുളിപ്പിച്ചെല്ലാം റെഡിയാക്കി. ആൾ ഒരുങ്ങാൻ നിന്ന് തരാൻ ഭയങ്കര പാടാണ്. പക്ഷെ എങ്ങനെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് ഉള്ളതൊക്കെ തട്ടിക്കൂട്ടി ഒപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവൾ അധികം അങ്ങനെ നിന്ന് തരത്തില്ല. പിന്നെ ബാഗ് എല്ലാം വാട്ടർ ബോട്ടിലെല്ലാം എടുക്കുന്നുണ്ട്. ആൾക്കത് വേണം സ്കൂളിൽ പോകാനായിട്ട്. അങ്ങനെയെല്ലാം ഒരുങ്ങി നിന്ന് പിന്നെ അപ്പുറത്ത് കിടക്കുന്ന ആ ആക്രിയൊന്നും ശ്രദ്ധിക്കേണ്ട, അതിനകത്ത് പല സാധനങ്ങളും കിടപ്പുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഇറങ്ങാനായിട്ട് പോവുകയാണ്. വാട്ടർ ബോട്ടിലും ബാഗും എല്ലാം ഇട്ട് കൊടുത്തു. ആൾക്കത് ഇടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് ദിവസമായതുകൊണ്ട് മുഷിപ്പിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് അതെല്ലാം ആയിട്ട് ഇറക്കുകയാണ്. ഇപ്പം നമ്മുടെ സൈഡിൽ ഇതുപോലെ റെയിൽവേ പാളം ഉണ്ട് കേട്ടോ, അതിൻ്റെ അത്. പിന്നെ അച്ഛനും മോളും കൂടെ ഷൂ എല്ലാം ഇട്ട് റെഡിയായിട്ട് നല്ല സന്തോഷത്തോടെയൊക്കെ ഇറങ്ങുക, എല്ലാവരോടും പറയുകയൊക്കെ ചെയ്ത്. പിന്നെ ഞാൻ, ഹസ്ബൻഡും പിന്നെ ഹസ്ബൻഡിൻ്റെ അമ്മയുണ്ട്. അപ്പോൾ ഞങ്ങൾ മുന്തിരും കൂടെയാണ് ഇവളുടെ കൂടെ പോകുന്നത്. അല്ല, സ്കൂളൊക്കെ ഒന്ന് കണ്ടിരിക്കാമല്ലോ എന്ന് വെച്ചിട്ട്. എൻ്റെ വീടിനടുത്തുള്ള ഒരു സ്കൂൾ തന്നെ കേട്ടോ ചേർത്തിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പോകാനൊക്കെ കൊച്ചു കുഞ്ഞല്ലേ, അപ്പം അവിടെ തന്നെ ചേർക്കാമെന്ന് വെച്ചു. പിന്നെ അവിടെയാണ് പഠിപ്പിക്കുന്നതല്ലേ പ്രിൻസിപ്പളായിട്ടിരിക്കുന്നത്. അങ്ങനെ അവൾ നല്ല ഇൻട്രസ്റ്റോടെ കാരണമായിട്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ചോദിക്കുകയാണ്, അമ്മാമ്മയ്ക്ക് ടാറ്റു കൊടുത്തു എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ആൾ അനങ്ങുന്നില്ല അതിനകത്ത് കയറിയിട്ട്. എങ്ങനെയെങ്കിലും സ്കൂളിൽ ചെന്നാൽ മതി എന്നും പറഞ്ഞിട്ടാണ് അതിനകത്ത് കയറി ഇരിക്കുന്നത്. ഇത് സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ്. പോകുന്ന വഴി തന്നെ സ്കൂളുണ്ട് കേട്ടോ. ഇതൊരു LP സ്കൂളാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് മോളുടെ സ്കൂള്. അപ്പം അങ്ങോട്ട് പോകുന്ന വഴിയാണ്. തൊട്ടടുത്തൊരു ക്ഷേത്രമുണ്ട്, മാരാരിത്തോട്ടം മഹാദേവ ക്ഷേത്രം. അപ്പം അതിൻ്റെയൊക്കെ അടുത്തത് ഈ കാണുന്നതാണ് കുഞ്ഞിനെ ചേർത്ത സ്കൂൾ. SN വിദ്യാപീഠം എന്നാണ് സ്കൂളിൻ്റെ പേര്. ഇതാണ് സ്കൂളിൻ്റെ വ്യൂ. അവിടെ പിള്ളേർ വന്നു തുടങ്ങിയതേ ഉള്ളൂ. ഇത് പ്രെയർ ടൈമാണ്. പ്രെയർ ടൈം കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ പിള്ളേരെ സ്വീകരിക്കാനായിട്ട് സ്വീറ്റ്സൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു, ലഡുവും മിഠായി അങ്ങനെ. പക്ഷേ എൻ്റെ മോള് ഭയങ്കര ഷൈ ആണ് ആൾ. കുറേ പിള്ളേരൊക്കെ നല്ല ആക്റ്റീവായിരുന്നു. ഇതിപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ മാറും എന്നുള്ള ശുഭപ്രതീക്ഷയിലിരിക്കുകയാണ്. പിന്നെ ടീച്ചേഴ്സ്, ഇതാണ് അവരുടെ ക്ലാസ് ടീച്ചർ, ദീപ്തി മിസ്സാണിത്. അപ്പം മിസ് ഓരോന്നൊക്കെ പറഞ്ഞ് മയക്കാൻ നോക്കുന്നുണ്ട് പിള്ളേരെ. പക്ഷെ കുഴപ്പമില്ല, ഇൻട്രസ്റ്റൊക്കെ ഉണ്ട് ആൾക്ക്. പിന്നെ പിള്ളേരെ വെൽക്കം ചെയ്തിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു, ഒരു പൊതി എല്ലാ കുട്ടികൾക്കും ഉണ്ടായിരുന്നു. മോളെ വിളിക്കാൻ അവൾ ഒരു തരത്തിൽ പോതില്ല. പിന്നെ ഞാൻ തള്ളിക്കൊണ്ട് പോയത്. ഗിഫ്റ്റ് വേണമെന്നും പറഞ്ഞാൽ ബെഞ്ചിൽ നിന്ന് എണീപ്പിച്ചത് തന്നെ, വേണമെങ്കിൽ എണീക്കെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ അവൾ എണീറ്റ് തള്ളിക്കൊണ്ട് വാങ്ങിച്ച്. പിന്നെ അച്ഛൻ അടുത്ത് ചോദിക്കുന്ന കാര്യങ്ങളാണ് സൈഡിൽ കണ്ടത്. ഇതാണ് ഇവളുടെ കൂടിരുന്ന ഇവളുടെ ഫ്രണ്ട്, ഇർഫാൻ എന്നാണ് പേര്. അപ്പോൾ അതിനെയൊക്കെ പരിചയപ്പെടുത്തി കൊടുത്ത മോൻ്റെ ഫ്രണ്ടാന്നൊക്കെ പറഞ്ഞ് ഒന്ന് മയക്കി ഇരുത്തിയേക്കുവാണ്. പിന്നെ അമ്മ ഇരിക്കുന്നൊക്കെ പറഞ്ഞ് എന്നെ പിടിച്ചവിടെ ഇരുത്തി. പിന്നെ ഈ പ്ലേ ഏരിയയിലോട്ട് വന്നപ്പം ഇതിൽ ആൾക്ക് ഇച്ചിരി മടിയുണ്ടായിരുന്നു കയറാൻ. അതാണ് ഒരു കൈ ഇങ്ങനെ നീട്ടി വിളിച്ച് എന്നെയാണ് വിളിക്കുന്നത്. പിന്നെ അല്ലാണ്ടും കുറേ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അതൊക്കെ അവൾ കയറി. സ്കൂളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നു. നല്ല സ്കൂളാണെന്നൊക്കെയാണ് പറഞ്ഞത്. ഇനി പഠിപ്പിച്ചു തുടങ്ങുമ്പോഴല്ലേ അറിയത്തുള്ളൂ നല്ലതാണോ ചീത്തയാണോ എന്ന്. അതായത് അവൾക്ക് പഠിപ്പിക്കാൻ തുടങ്ങിയാൽ പിന്നെ ദേഷ്യമായിരിക്കും, പോകാൻ താല്പര്യം കാണത്തില്ല. പിന്നെ വീട്ടിലെത്തിയിട്ട് എന്താ ടീച്ചർ വന്ന ഗിഫ്റ്റ് എന്തുവാന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ വന്ന് പൊട്ടിച്ച് നോക്കിയപ്പം അതെല്ലാം ഇത് ബുക്കും ക്രയോൺസും ആയിരുന്നു. ആൾക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട്
വരാം. അതുവരേക്കും ബായ്.